ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു ഡ്രാമ ഹബ്സ്. നമ്മൾ ഇന്ന് ഈ ഡ്രാമയുടെ നെക്സ്റ്റ് പാർട്ടാണ് കാണാൻ പോകുന്നത്. കട്ട് ചെയ്താല് നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് കാണിക്കുന്നത്. ഹീറോയാണ് ആദ്യം കണ്ണു തുറക്കുന്നത്. അവൻ കണ്ണു തുറന്ന് നോക്കുമ്പോ ഹീറോയിൻ അവനെ തന്നെ നോക്കി കിടക്കുന്നുണ്ട്. രണ്ടുപേരും തമ്മിൽ നോക്കി സ്മൈൽ ചെയ്തിട്ടേ അന്നത്തെ ദിവസം തുടങ്ങുവാണ്. സെലക്ട് ആയ 4 പേർക്കും ഇപ്പോ ഫിറ്റ്നസ് ട്രെയിനിങ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹീറോ ഫോക്കസ് ആയിട്ട് കളിക്കാതെ ആക്സിഡന്റ് ചെയ്ത് ചുമ്മാ കളിച്ചതും നീ എന്താടാ ചെയ്യുന്നതെന്ന് കോച്ച് അവനെ വഴക്ക് പറയുന്നുണ്ട്. അവൻ കോച്ചിനോട് സോറി പറയുമ്പോ നീ എന്നോടല്ല സോറി പറയേണ്ടത്, നിന്നോട് തന്നെ പറ. ഇപ്പോ പോയി റെസ്റ്റ് എടുത്തോ. നാളെ മുതൽ 100% ഫോക്കസ് ആയിരിക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ടേ പറഞ്ഞയക്കുവാണ്. ഇന്നിപ്പോ നേരത്തെ ട്രെയിനിങ് കഴിഞ്ഞില്ലേ, വാ നമുക്കൊരിടം വരെ പോകാമെന്ന് പറഞ്ഞ് ഹീറോയിൻ അവനെ വിളിക്കുമ്പോ ഞാൻ എവിടെയും വരുന്നില്ലടാ, നീ തനിയെ പൊക്കോ എന്ന് പറഞ്ഞ് അവൻ ഒഴിഞ്ഞു മാറാൻ നോക്കുന്നുണ്ടെങ്കിലും വന്നേ മതിയാകുമെന്ന് പറഞ്ഞ് ഹീറോയിൻ അവനെ വലിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അവളെ ഗെയിമിംഗ് സെന്ററിലേക്കാണ് അവനെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത്. കുറച്ചു നേരം ജോളിയായിട്ടൊക്കെ കളിച്ചു കഴിഞ്ഞ് ഇതാണ് ലാസ്റ്റ് ഗെയിം, നീ എന്നെ തോൽപ്പിക്കാൻ പറ്റുമോന്നൊന്ന് നോക്ക്. ഗെയിം ആര് തോൽക്കുന്നോ ജയിച്ചവർ പറയുന്നത് അവര് കേൾക്കണമെന്ന് കോമ്പറ്റീഷൻ വെച്ച് കളിക്കാൻ തുടങ്ങി. ഇത് കേട്ടതും ഹീറോയ്ക്ക് ഇഷ്ടമാകുന്നുണ്ട്. അതുകൊണ്ട് അവര് ജോളിയായിട്ട് കളിക്കാനായിട്ട് തുടങ്ങുവാണ്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഹീറോയ്ക്ക് വളരെ റിലീഫായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അവൻ അവളോട് താങ്ക്സ് പറഞ്ഞതും എന്റെ കൂടെ റിലീഫാകാൻ വന്നതിന് ഞാനാണ് നിന്നോട് താങ്ക്സ് പറയേണ്ടത്. ഇല്ല, ഞാൻ സത്യമായിട്ടും എനിക്ക് നല്ലപോലെ റിലീഫ് ആകുന്നുണ്ട്, ശരിക്കും വളരെ താങ്ക്സ് എന്ന് പറഞ്ഞതും നമ്മളൊരു ടീമല്ലേ, നമ്മുടെ ഇടയിൽ എന്തിനാ ഇങ്ങനെ താങ്ക്സ് ഒക്കെ. ഇത് കേട്ട് ഹീറോ പെട്ടെന്ന് എഴുന്നേറ്റ് അവൾക്ക് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നുണ്ട്. ഹീറോയിൻ കൈ പിടിച്ചതും അവളെ വലിച്ച് ഹഗ് ചെയ്തിട്ടേ ലോസർ വിന്നർ പറയുന്നത് കേൾക്കണമെന്നല്ലേ പറഞ്ഞത്, നീ ഞാൻ പറയുന്നതൊക്കെ കേൾക്കാൻ റെഡിയാണോ എന്ന് ചോദിച്ചാല് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നോ, എനിക്കത് ഓർമ്മയില്ലല്ലോ എന്ന് ഇവള് പറയും. അത് ശരി, നീ പറഞ്ഞത് ഇപ്പൊ മാറ്റി പറയാണോ? ഗെയിമിന് മുൻപേ അങ്ങനെ പറഞ്ഞിട്ട് ഇപ്പൊ മാറ്റി പറയുന്നോ എന്ന് ചോദിച്ചാല് ശരി ശരി, നിന്റെ റിക്വസ്റ്റ് എന്താണെങ്കിലും ഞാൻ ചെയ്യാൻ റെഡിയാണെന്ന് ഹീറോയിൻ പറയും. അങ്ങനെയാണെങ്കിൽ ശരി, എന്നാ വാ എന്റെ ഡ്രസ്സൊക്കെ ഒന്ന് കഴുകിയിട്ട് താ എന്ന് പറഞ്ഞ് അവളെയും കൂട്ടിക്കൊണ്ട് അവൻ റൂമിലേക്ക് പോകുവാണ്. ശരി, നിന്റെ തുണിയെല്ലാം കഴുകിയിട്ടിട്ടുണ്ട്, ഇനി നീ പോയി കുളിക്കെന്ന് പറഞ്ഞതും അവൻ ഓക്കെ എന്ന് പറഞ്ഞിട്ട് കുളിക്കാൻ പോയി. ഈ ഗ്യാപ്പ് യൂസ് ചെയ്ത് ലേഡീസ് ബാത്റൂമിൽ പോയി അവള് കുളിച്ചിട്ട് വരുന്നത് കറക്റ്റ് ആയിട്ട് നമ്മുടെ സൂസു കാണുന്നുണ്ട്. നീ എത്ര വലിയ കാര്യമാണ് ചെയ്തിരിക്കുന്നതെന്ന് നിനക്കറിയാമോ? നീ പെണ്ണാണെന്ന കാര്യം ആരെങ്കിലും കണ്ടുപിടിച്ചിരുന്നെങ്കിലോ എന്ന് അവള് ചോദിച്ചതും സോറി സോസോ, ഞാൻ ചെയ്തത് തെറ്റാണെന്ന് എനിക്കറിയാം, ദയവ് ചെയ്ത് എന്നോട് ക്ഷമിക്കെന്ന് അവള് ക്യൂട്ടായിട്ട് കെഞ്ചിയതും ഇല്ല ഇല്ല, ഇത് നല്ല കാര്യമല്ലേ, നീ ഹാർഡ് വർക്ക് ചെയ്യുന്നത് കണ്ട് എനിക്ക് നിന്നോട് നല്ല പ്രൗഡ് തോന്നുന്നുണ്ട്, നീ ഒരു നല്ല കുട്ടിയാണെന്ന് പറഞ്ഞതും എന്റെ ബ്രദറിന് വേണ്ടിയാണ് ഞാൻ ഇവിടെ വന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത്, ഞാൻ ഈ കഷ്ടപ്പെടുന്നതും അവന് വേണ്ടിയാണെന്ന് പറഞ്ഞതും ഇവര് സംസാരിക്കുന്നത് കറക്റ്റ് ആയിട്ട് പുറത്തുനിന്ന് ഫാങ് കേൾക്കുന്നുണ്ട്. ഞാനൊരു പെണ്ണായതുകൊണ്ട് ഫിറ്റ്നസ് ട്രെയിനിങ് എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടാണ്, വേറെ എന്തെങ്കിലും ക്ലബിൽ ജോയിൻ ചെയ്യാമെന്നാണ് ഞാൻ ആദ്യം ട്രൈ ചെയ്തത്. പക്ഷെ അവിടെയെല്ലാം ഓവർ ഫീസ് ആയതുകൊണ്ട് എനിക്ക് മുൻപ് ജോയിൻ ചെയ്യാൻ പറ്റിയില്ല. പക്ഷെ ഇവിടെ എനിക്ക് സൂപ്പർ ആയിട്ട് നിങ്ങൾ ട്രെയിനിങ് തരുന്നുണ്ട് എന്ന് പറഞ്ഞതും അതിനല്ല ഞാൻ ഇവിടെ ഉള്ളത്, ഒന്നുകൊണ്ടും നീ പേടിക്കണ്ട, എല്ലാം നല്ല പോലെ പോട്ടെ എന്ന് സൂസു പറയും. ഇതെല്ലാം നമ്മുടെ ഫാങ് കേട്ട് കഴിഞ്ഞു. പെണ്ണാണെന്ന് ഇവനും മനസ്സിലായി. പുറത്തേക്ക് വരുന്ന സൗണ്ട് കേട്ടതും പെട്ടെന്ന് അവൻ ഒളിച്ചു നിൽക്കുവാണ്. നിനക്ക് വേണമെങ്കിൽ ഞാൻ റൂം ചേഞ്ച് ചെയ്ത് തരണോ എന്ന് സൂസു ചോദിക്കുവാണ്. അത് പ്രശ്നമില്ല, ഞാൻ മാനേജ് ചെയ്തോളാം എന്ന് ഹീറോയിൻ പറയാണ്. അവള് പെണ്ണാണെന്ന് അറിഞ്ഞതില് അവന് ഞെട്ടുന്നതിൽ കൂടുതൽ സന്തോഷമാണെന്ന് തോന്നുന്നു. നെക്സ്റ്റ് ഡേ മുതൽ ഹീറോയിന് വേണ്ടി അവൻ തന്നെ കുക്ക് ചെയ്തൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. ഫാങ് എന്ന് നല്ല പയ്യനാണെന്ന് ഹീറോയിനും പറയും. എന്താടാ നീ അവന് മാത്രം കൊണ്ടുവന്ന് കൊടുക്കുന്നേ, എനിക്ക് എവിടെയെന്ന് ഹീറോ വന്ന് ചോദിച്ചാലേ നിനക്ക് വേണമെങ്കിൽ റൂമിൽ ബാക്കിയുണ്ട്, പോയി എടുത്ത് കഴിച്ചോ എന്ന് അപമാനിച്ചു വിടുവാണ്. നീ വാ, ഞാൻ നിനക്ക് വേണ്ടി ഇനിയും ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് അവളെയും കൂട്ടിക്കൊണ്ടു പോയി. ഹീറോയ്ക്കാണെങ്കിൽ ഒന്നും മനസ്സിലാകുന്നില്ല. ഇവിടെ ഹീറോയുടെ ചേട്ടനെ കാണിച്ചാല് അന്ന് നൈറ്റ് ഹീറോയെ ഇടിക്കാൻ വന്ന വണ്ടി ഏർപ്പാടാക്കിയത് വേറെ ആരുമല്ല ഇവരുടെ ബുദ്ധിയാണ്. അവന് ഒരുപാട് ലക്ക് ഉണ്ടെന്നാ തോന്നുന്നേ. ഇനി ഒരു വട്ടം കൂടി എന്റെ കയ്യിൽ അവനെ കിട്ടിയാല് അവന്റെ കഥ കഴിക്കാതെ ഞാൻ അടങ്ങില്ലെന്ന് ജാങ് പറയുവാണ്. നെക്സ്റ്റ് ഇവരുടെ പ്രാക്ടീസ് സെക്ഷൻ കഴിഞ്ഞതും ഫാങ് ഓടി ഹീറോയിന്റെ അടുത്തേക്ക് വന്ന് നീ വളരെ ടയേർഡ് ആയിട്ടില്ലേ, ദാ വെള്ളം കുടിക്കെന്ന് പറഞ്ഞ് ഭയങ്കര കെയറിംഗ് ആയിട്ട് തള്ളി പൊഴിക്കുവാണ്. ഹീറോയ്ക്ക് ഇതൊന്നും കണ്ടിട്ട് അത്ര പിടിക്കുന്നൊന്നുമില്ല. ഓടി വന്ന് അവളുടെ തോളിൽ കൈയിട്ടിട്ട് എന്താ നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുവാണ്. ഇല്ല, ഞങ്ങള് ചുമ്മാ എന്ന് പറയാൻ വരുന്നതിനുള്ളില് പിന്നെന്താ പ്രശ്നം, വാ കഴിക്കാൻ പോകാമെന്ന് പറഞ്ഞ് ഹീറോ അവളെ വലിച്ചുകൊണ്ട് പോകുവാണ്. ഇത് ഫാങ്ങിന് തീരെ ഇഷ്ടാകുന്നില്ല. അവനൊരു ഗ്യാപ്പ് പോലും തരുന്നില്ലല്ലോ എന്നാണ് അവൻ ചിന്തിക്കുന്നത്. അതുകൊണ്ട് അവൻ നേരെ സൂവിന്റെ അടുത്ത് വന്ന് നമ്മൾ റൂംമേറ്റ്സ് എല്ലാവരും റൂം എക്സ്ചേഞ്ച് ചെയ്താൽ എങ്ങനെ ഉണ്ടാകും, എന്നാലല്ലേ ടീംമേറ്റ്സ് എല്ലാവരുമായിട്ട് ഇടപെടുക്കാൻ കഴിയൂ, നമുക്ക് അതുകൊണ്ട് റൂം എക്സ്ചേഞ്ച് ചെയ്താലോ എന്ന് ചോദിച്ചാല് നീ ഇപ്പൊ എന്താ ഉദ്ദേശിക്കുന്നേ, ആരെയാ നിനക്ക് റൂംമേറ്റ്സ് ആയിട്ട് വേണ്ടതെന്ന് അവള് ചോദിക്കും. അങ്ങനെയൊന്നും അല്ല സൂ, ഞാൻ റൂംമേറ്റ്സ് ആയിട്ട് വന്നാല് നന്നായിരിക്കും, ഈ ചുവാൻ കൂർക്കം വലിച്ച് എന്റെ ഉറക്കം കളയുക, അതുകൊണ്ട് ഉറങ്ങാനേ പറ്റുന്നില്ല. ശരി ശരി, ഞാൻ നോക്കാമെന്ന് പറഞ്ഞിട്ട് സൂ നടന്നുപോയി. ഇവൻ എന്തിനാ ഇപ്പൊ കള്ളം പറയുന്നേ, ചുവാൻ കൂർക്കമേ വലിക്കത്തില്ലല്ലോ,
ഇനി അവളെക്കുറിച്ചുള്ള സത്യം ഇവൻ എന്തെങ്കിലും അറിഞ്ഞോ എന്നാണ് സൂവിന് ഇപ്പോൾ ഡൗട്ട് വരുന്നത്. ഇവിടെ ഹീറോയിനെ ജിമ്മിലാണ് കാണിക്കുന്നത്. ഹീറോയിൻ അവനെ വർക്കൗട്ട് ചെയ്യാനായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവൻ കിടന്നിട്ട് എഴുന്നേറ്റ് വരുമ്പോ കുറച്ച് ക്ലോസ് ആയിട്ട് വരുന്നുണ്ട്. അവൻ ഇവളെ ബോയ് ആയിട്ട് വിചാരിക്കുന്നത് കൊണ്ട് അവന് വലിയ ഫീലിങ്സ് ഒന്നുമില്ല. പക്ഷെ ഇവളൊരു പെണ്ണാണല്ലോ. അവൻ അടുത്തേക്ക് ക്ലോസ് ആയിട്ട് വളരെ വന്നതും ഇവൾക്ക് ഒരു മാതിരി ആകാൻ തുടങ്ങി. പോരാത്തതിന് ഹാൻസം പയ്യൻ അവൾക്ക് ഒരു മാതിരി ബ്ലഷ് ആകാനായിട്ട് തുടങ്ങുവാണ്. റൂമിലേക്ക് വന്നവര് നീ നിന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ പഠിക്കു ശനിയെന്ന് അവളോട് തന്നെ പറഞ്ഞിട്ട് വന്ന് കിടക്കുവാണ്. അപ്പൊ കുളിക്കാൻ പോയ ഹീറോ ടവൽ എടുത്തുകൊണ്ട് വാ ഞാൻ എന്ന് പറഞ്ഞ് വിളിച്ചതും ഇവൾക്ക് പോകാനേ ഒരുമാതിരി ഷൈ ആയിട്ട് ഫീൽ ആകുന്നുണ്ട്. ഇവള് റൂമിലേക്ക് ടവൽ എടുത്ത് കൊടുക്കാൻ പോയതും പെട്ടെന്ന് ഹീറോ അവളെ പിടിച്ചു നിർത്തിയിട്ട് ക്ലോസ് ആയിട്ട് കിസ് ചെയ്യാനായിട്ട് അടുത്തേക്ക് വരുവാണ്. എന്ന പോലെയൊക്കെ അവളെ ഓർക്കുന്നതാണ് ഇതൊന്നും നടന്നിട്ടൊന്നുമില്ല. പെട്ടെന്ന് ഹീറോയുടെ വിളി കേട്ട് ഞെട്ടിയവള് മടിച്ച് പതിയെ ടവല് കൊടുത്തിട്ട് ഓടി വന്ന് ബെഡിലിരിക്കുവാണ്. TV വെച്ചതും അതിൽ ഡ്രാമ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിലാണെങ്കിൽ കിസ്സിങ് സീനൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഹീറോ വരുന്നത് കണ്ടതും പെട്ടെന്ന് അവൾ അത് മാറ്റിക്കളയും. ഹേയ് എന്തിനാ നീ അത് മാറ്റുന്നേ? അത് തന്നെ വെക്കെന്ന് പറഞ്ഞിട്ട് ഹീറോ വാങ്ങി വെക്കുവാണ്. നിനക്കിതൊന്നും ഇഷ്ടമല്ല ഞാൻ എന്ന് അവൻ ചോദിച്ചാല് ഇല്ല എന്ന് ഹീറോയിൻ പറയുവാണ്. അപ്പൊ നിനക്ക് ലവർ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചാല് നിനക്കുണ്ടോ എന്ന് അവള് തിരികെ ചോദിക്കും. കേക്കട്ടെ നീ തന്നെ ഗെസ് ചെയ്ത് പറഞ്ഞു നോക്കിയെന്ന് ഹീറോ പറഞ്ഞാല് തീർച്ചയായും ഉണ്ടാകും, നിറയെ ഉണ്ടാകും. ലവില് നീ പെർഫെക്റ്റ് ആയിരിക്കും അല്ലേ എന്ന് ചോദിച്ചാല് അത് എന്തുകൊണ്ടാ നീ അങ്ങനെ പറയുന്നതെന്ന് ഹീറോ ചോദിക്കും. പിന്നെ നീ നല്ല ഹാൻഡ്സം ആണ്, നിറയെ സ്കില്ലുള്ള സൂപ്പർ കാർ റേസർ ആണ്. എല്ലാ പെൺകുട്ടികൾക്കും ഇത് ഇഷ്ടാകില്ലേ? അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണെന്ന് പറഞ്ഞതും നിനക്ക് എന്നോട് ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് ഹീറോ ചോദിക്കും. ഇത് പെട്ടെന്ന് കേട്ടതും അവൾ ആകെ ഞെട്ടുന്നുണ്ട്. അതിന് ഞാൻ പെണ്ണോന്നല്ലല്ലോ നിന്നെ ഇഷ്ടപ്പെടാൻ. അപ്പോ പെണ്ണായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നീ എന്നെ ലവ് ചെയ്യായിരുന്നു അല്ലേ എന്ന് അവൻ വളരെ ക്ലോസ് ആയിട്ട് വന്നിരുന്നു ചോദിക്കാൻ തുടങ്ങിയതും അതെനിക്ക് അറിയില്ല എന്ന് അവൾ പറയുവാണ്. ഇങ്ങനെ ഇഷ്ടമാണോ എന്ന് വളരെ ക്ലോസ് ആയിട്ട് വന്നിരുന്നു ചോദിച്ചാല് പാവ ഹീറോയിൻ എങ്ങനെയുണ്ടാകും? അയ്യേ നീ എന്തൊക്കെയാ പറയുന്നേന്ന് അവള് നീങ്ങി പോയതും പിന്നെയും ഹീറോ ക്ലോസ് ആയിട്ട് വന്ന് നിനക്ക് വിശക്കുന്നില്ലേ എന്ന് ചോദിച്ചാല് ഞാനിന്ന് വ്രതം എടുത്ത് പോയി എന്ന് അവള് പറയുവാണ്. ഓ അങ്ങനെയാണോ, എന്നാ ഞാൻ പോയി കഴിക്കാമെന്ന് പറഞ്ഞിട്ട് ഹീറോ പോവുകയാണ്. നെക്സ്റ്റ് ഡേ ഹീറോ എഴുന്നേറ്റ് നോക്കുമ്പോ അവൾ ഉറങ്ങിക്കിടക്കുവാണ്. അടുത്ത് വന്ന് ഒന്ന് ശരിക്കും നോക്കിയിട്ടെ ഇവന് മാത്രം എന്താ ഇത്ര കളറ്, ഇത്ര ഗ്ലോ ആയിരിക്കുന്നേ, എന്താവൻ വാരി തേക്കുന്നേ മുഖത്ത് എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് തൊട്ട് നോക്കിയതും പെട്ടെന്ന് അവള് ഞെട്ടി എഴുന്നേൽക്കുവാണ്. സോറി ഞാൻ നിന്നെ കഴിക്കാൻ വിളിക്കാൻ വേണ്ടി വന്നതായിരുന്നു, നീ വരുന്നില്ലേ എന്ന് ചോദിച്ചാല് ഞാനിപ്പോ എഴുന്നേറ്റതല്ലേ ഉള്ളൂ, ഞാൻ വരുന്നില്ലെന്ന് അവൾ പറയും. ശരി ഞാനെന്നാ പോയി കഴിച്ചിട്ട് നിനക്ക് വാങ്ങിക്കൊണ്ട് വരാമെന്ന് പറഞ്ഞിട്ട് ഹീറോ പുറത്തേക്ക് വന്നാല് കറക്റ്റ് ആയിട്ട് ഫാങ് വരുന്നുണ്ട്. അവൻ ഹീറോയിന് വേണ്ടിയുള്ള ഫുഡും ആയിട്ട് വന്നതായിരിക്കും. ഇത് നമ്മുടെ ഹീറോയ്ക്ക് തീരെ ഇഷ്ടാകുന്നില്ല. ഫാങ് നീ എന്താ ഇവിടെ ചെയ്യുന്നേ? ഞാനൊക്കെ എപ്പോഴേ പ്രാക്ടീസിന് പോയെന്ന് പറഞ്ഞതും അങ്ങനെയോ, ഇത്ര നേരത്തെയോ? അവൻ എന്നോട് ഒന്നും പറഞ്ഞില്ലല്ലോ. വിശ്വാസമായില്ലെങ്കിൽ നീ തന്നെ ഡോറ് മുട്ടി നോക്ക്, ഞാൻ പറയുന്നത് സത്യമാണോ അല്ലയോ എന്ന് അപ്പൊ നിനക്ക് മനസ്സിലാകുമെന്ന് പറഞ്ഞിട്ട് ഹീറോ നടന്നു പോകുവാണ്. ഒരു സെക്കൻഡ് ആലോചിച്ച് നിന്നവൻ സത്യമായിരിക്കും, ഇവൻ എന്തിനാ എന്നോട് കള്ളം പറയുന്നതെന്ന് പറഞ്ഞ് ഫാങ്ങും വിശ്വസിക്കുവാണ്. നെക്സ്റ്റ് ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞ് രണ്ടുപേരും ചേർന്ന് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. നീ എന്തിനാ എന്നെ ഫോളോ ചെയ്യുന്നതെന്ന് ചോദിച്ചാല് രണ്ടുപേരോടും ചേർന്നല്ലേ ഇമ്പ്രൂവ് ആവണമെന്ന് പറഞ്ഞത്, അപ്പൊ ചേർന്ന് ഓടിയാലല്ലേ പറ്റൂ എന്ന് അവള് പറഞ്ഞിട്ട് കൂടെ ഓടുവാണ്. അപ്പോ ദേ കറക്റ്റ് ആയിട്ട് നടുവിൽ ഫാങ് വരുവാണ്. വന്നവൻ ഹീറോയിനെ കൊണ്ട് ഓടിയതും ഇവൻ എന്തിനാ ഒരു പെൺകുട്ടിയെ വളയ്ക്കാൻ നോക്കുന്ന പോലെ അവന്റെ പിന്നാലെ ഓടുന്നേ? അതിന് ഞാനൊരു പെണ്ണല്ലല്ലോ എന്ന് അവൻ എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാകുന്നില്ല. ഇവിടെ ആ ജാങ് പിന്നെയും ഇവരെ കാണാനായിട്ട് വരുന്നുണ്ട്. വന്നവൻ റേസിംഗിൽ മീറ്റ് ചെയ്യാം, ദയവ് ചെയ്ത് എന്റെ കാൽ ഓടിക്കല്ലേടാ എന്നൊക്കെ ഹീറോയോട് സംസാരിക്കാൻ വന്നതും ഹീറോയിൻ ഇത് കേട്ട് നല്ല ടെൻഷൻ ആകുന്നുണ്ട്. റേസിംഗില് ഇങ്ങനെയൊക്കെ സംഭവിക്കും, അതിനെല്ലാം തയ്യാറായിട്ട് വേണം വരാൻ. നിനക്കത്രയ്ക്ക് പേടിയാണെങ്കിൽ ക്വിറ്റ് ചെയ്തിട്ട് പോടാന്ന് ഹീറോയിൻ അവനോട് ചൂടാകുവാണ്. ഓഹോ നീ ആരാത് എന്നോട് പറയാനെന്ന് പറഞ്ഞ് നമ്മുടെ ഹീറോയിനെ പിടിച്ച് തള്ളിയതും ഫാങ്ങിനും എല്ലാവർക്കും നല്ല ദേഷ്യം വരുന്നുണ്ട്. എല്ലാവരും അവനെ ദേഷ്യത്തോടെ വളയാൻ തുടങ്ങുവാണ്. ആദ്യം നീ പോ, നീ പറയേണ്ടതൊക്കെ പറഞ്ഞു കഴിഞ്ഞു, നീ ഇനി പോകാൻ നോക്ക് ജാങ് എന്ന് ഹീറോ പറഞ്ഞതും നീ ചെയ്ത ഒരു ചെറിയ മിസ്റ്റേക്ക് കാരണം എന്റെ ജീവൻ തന്നെ പോകേണ്ടതാണ്. പക്ഷെ എനിക്ക് ലക്കുള്ളത് കൊണ്ട് ഞാൻ തിരികെ വന്നു, നമുക്കൊന്ന് കാണണം, നമുക്ക് ശരിക്കും ഒന്ന് കാണണം എന്ന് പറഞ്ഞിട്ട് അവൻ പോകുവാണ്. ഇതവൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് ഓർമ്മിപ്പിക്കുന്നത് കൊണ്ട് ഹീറോയ്ക്ക് വളരെ ബുദ്ധിമുട്ടാകുന്നുണ്ട്. അവന് ശരിയായിട്ട് അവനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതേ ഇല്ല. എപ്പോഴും റേസിന് മുമ്പ് ട്രാക്കിൽ കൂടി നടക്കുമെന്ന് പറഞ്ഞിട്ട് ഹീറോയിനുമായിട്ട് അവൻ നടന്നു വരുവാണ്. നീ ഓക്കെ ആണോ എന്ന് ഹീറോയിൻ ചോദിക്കുമ്പോ ഞാൻ ഓക്കെ ആണെന്ന് പറഞ്ഞാല് നീ വിശ്വസിക്കുമോ എന്ന് അവൻ ചോദിക്കും. ഇവൾ ഉടനെ തന്നെ ഗൂയിച്ചാനാണ് എന്റെ ഐഡള്, അടുത്ത് തന്നെ അവൻ എന്റെ ഐഡു എന്ന് പറഞ്ഞിട്ട് ഉറക്കെ കാറിയതും ഉടനെ തന്നെയോ, അപ്പോ ഇപ്പോഴെന്താന്ന് ഹീറോ ചോദിക്കുവാണ്.
ഇപ്പോഴും എപ്പോഴും എനിക്ക് നീയാണ് ബെസ്റ്റ് എന്ന് അവൾ പറഞ്ഞിട്ട് ഒരു ഗിഫ്റ്റ് അവന്റെ കയ്യിലേക്ക് കൊടുക്കുന്നുണ്ട്. അതൊരു റേസിംഗ് കാറിന്റെ സ്റ്റിക്കർ ആയിരിക്കും. ഇതവന് വളരെ ഇഷ്ടാകുന്നുണ്ട്. അന്ന് ഗെയിമിംഗ് സെന്ററിൽ അവര് പോയിരുന്നില്ലേ, അപ്പോഴേ അവൻ അവിടെ കണ്ട് അത് ഇഷ്ടപ്പെട്ടതായിരുന്നു. അത് തന്നെ അവള് ഗിഫ്റ്റ് ചെയ്തതും അവൻ ഒരുപാട് ഇഷ്ടാകുന്നുണ്ട്. ഗുയിചാൻ, നീ തന്നെ ഒന്നും ഫേസ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഞാനിപ്പോ നിന്റെ കൂടെയുണ്ട്. ഞാനും നിന്റെ കൂടെ ചേർന്ന് എല്ലാം ഫേസ് ചെയ്യാമെന്ന് പറയുവാണ്. അപ്പോൾ ഹീറോ പറഞ്ഞു തുടങ്ങുകയാണ്, ചെറിയ വയസ്സിൽ കാറ് വേണം കാറ് വേണമെന്ന് ഞാൻ അച്ഛനോട് വാശി പിടിക്കും. കുറെ നാൾ കഴിഞ്ഞ് അവരെനിക്കത് വാങ്ങിത്തന്നു. പക്ഷെ ഒരു ദിവസം അത് അച്ഛൻ തന്നെ നശിപ്പിച്ചു എന്ന് പറഞ്ഞതും എന്തിനാ അവരങ്ങനെ ചെയ്തതെന്ന് ഹീറോയിൻ ചോദിക്കുവാണ്. എനിക്ക് ഇഷ്ടമുള്ളത് ആഗ്രഹിച്ചതെല്ലാം കിട്ടുമ്പോ അവർക്ക് ആഗ്രഹമുള്ളതൊന്നും കിട്ടിയില്ലെങ്കിൽ ദേഷ്യം വരില്ലേ? പക്ഷെ ഇപ്പൊ എന്റെ മനസ്സിനും എനിക്ക് ഇഷ്ടപ്പെട്ടതാണ് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷെ എന്റെ ഒരു ചെറിയ മിസ്റ്റേക്ക് കാരണം ജാങ്ങിന് ജീവൻ തന്നെ പോകുമായിരുന്നു. ആ ടൈം എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാതെ ഞാൻ അവനെ തന്നെ നോക്കി നിൽക്കുമായിരുന്നു. എങ്ങനെ എനിക്ക് അവന് പകരം കൊടുക്കാൻ സാധിക്കുന്നേ? ഞാൻ കാരണമല്ലേ എല്ലാം അങ്ങനെ സംഭവിച്ചതെന്ന് അവൻ ഫീലായി പറഞ്ഞതും എനിക്ക് നിന്നിൽ വിശ്വാസമുണ്ട് ഗുയിച്ചാൻ. കാരണം നീ ഇപ്പൊ തനിച്ചല്ല, നിന്റെ കൂടെ ഞാനുണ്ടെന്ന് വളരെ അവളെ ആശ്വസിപ്പിക്കുന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോൾ ഹീറോയ്ക്ക് അവളോടുള്ള അവനോടുള്ള അട്രാക്ഷനും കൂടി കൂടി വരുന്നുണ്ട്. ഇതോടെയാണ് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നത്. അടുത്ത എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.